ഗോകുൽ, ഇപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി എന്ന വാർത്തയാണ് നമുക്ക് നിലവിൽ വരുന്നത്. അത്തരം വാർത്തകളുടെ കൂടി സ്ഥിരീകരണം കൂടി എത്തേണ്ടതുണ്ട്. മുൻകൂർ നൽകിയിട്ടുള്ള ആന്റിസിപ്പേറ്ററി ബെയിൽ, രാഹുൽ നൽകുന്ന ആന്റിസിപ്പേറ്ററി ബെയിൽ കോടതി തള്ളി, തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി തള്ളി എന്ന ഏറ്റവും പുതിയ വിവരമാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ കൂടി ലഭ്യമാക്കേണ്ടതുണ്ട്. നിർണായകമായ തീരുമാനമാണ്. 1.5 ദിവസം നീണ്ടുനിന്ന വാദത്തിനൊടുവിൽ ഡിജിറ്റൽ തെളിവുകൾ അടക്കം പരിശോധിച്ച ശേഷം ഇപ്പോൾ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നു. രാഹുലിന് തിരിച്ചടിയാണ് നേരിടുന്നത്. ഇനി അറസ്റ്റാണോ കീഴടങ്ങലാണോ എന്ന് മാത്രം അറിഞ്ഞാൽ മതി. ഏതായാലും രാഹുലിന്റെ വാദങ്ങൾ ഒപ്പം ഡിജിറ്റൽ തെളിവുകളടക്കം വിശദമായ പരിശോധന 2 ദിവസമായി വിശദമായ പരിശോധന നടന്നു. അതിൽ 2 ഘട്ടങ്ങളിലായി വാദപ്രതിവാദങ്ങൾ നടന്നു. അതിലപ്പുറത്തേക്ക് ഡിജിറ്റൽ തെളിവുകളും പരിശോധിച്ചു ശേഷമാണ് കോടതി ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. നോ ടു അറസ്റ്റ് എന്ന ആപ്ലിക്കേഷൻ കൂടി ഉണ്ടായിരുന്നു. ആ ആപ്ലിക്കേഷനിൽ എന്താണ്, അല്ലെങ്കിൽ ഈ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുമ്പോൾ തന്നെ മറ്റെന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടോ കോടതിയുടെ ഭാഗത്തു എന്നത് ഏറ്റവും ശ്രദ്ധേയമാണ്. ആ വിവരങ്ങളിലേക്ക് അടക്കം വരണം. ഏതായാലും ആ ആകാംക്ഷ അവസാനിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യമില്ല. ഇനി പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള നീക്കം എന്താകും, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്തു നിന്നുള്ള നീക്കം എന്താകും, അതോടൊപ്പം തന്നെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് തുടർ നടപടി എന്താകുമെന്ന ആകാംക്ഷ കൂടിയുണ്ട്. മുൻകൂർ ജാമ്യാപേക്ഷയിലെ കോടതി വിധി വരട്ടെ എന്നായിരുന്നു കോൺഗ്രസിലെ ഒരു വിഭാഗം, മുതിർന്ന നേതാക്കളടക്കം ഹൈക്കമാൻഡ് അടക്കം പറഞ്ഞ ശേഷവും നടപടിക്ക് കാത്തിരുന്നത് ഈ മുൻകൂർ ജാമ്യാപേക്ഷയിലെ വിധി വരാനാണ്. ആ നേതാക്കളടക്കം രാഹുലിനെ ഇപ്പോഴും രാഹുലിനൊപ്പം നിൽക്കുന്ന, അല്ലെങ്കിൽ രാഹുലിനെ പിന്തുണയ്ക്കുന്ന, അല്ലെങ്കിൽ രാഹുലിനോട് അനുകമ്പയുള്ള കോൺഗ്രസ് നേതൃത്വം ഇനി എന്ത് നിലപാടെടുക്കുമെന്നത് കാത്തിരുന്ന് കാണണം. മുതിർന്ന നേതാക്കളടക്കം തള്ളി പറഞ്ഞ ശേഷവും കോൺഗ്രസ് നടപടി വൈകിപ്പിക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.